അസ്സലാമലൈക്കും. നിങ്ങളുടെ സ്വന്തം ഹാജൂസ്. ഇത് എൻ്റെ പൊന്നും മക്കളെയും നമ്മളുണ്ടല്ലോ കുറച്ച് കണ്ണിമാങ്ങ പെറുക്കി വെച്ചിരുന്നു. പെറുക്കി വെക്കാന്ന് പറഞ്ഞാൽ സുർക്കയിലിട്ട് വെച്ചതായിരുന്നു. അതിൽ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇട്ട് നോക്കുമ്പോൾ കുറേ പൊട്ടിയതുണ്ട്. അതൊക്കെ ഒഴിവാക്കി സുർക്കൊക്കെ മാറ്റി നല്ല ഇങ്ങോട്ട് തെരഞ്ഞിങ്ങാണ്ട് ഒരു കുറച്ചും കൂടി സുർക്കൊന്ന് ചുറ്റി കൊടുത്തങ്ങാണ്ട് വെച്ചിട്ടാ. സത്യം പറയല്ല, ഞാൻ അച്ചാറിട്ടാൽ നന്നാവില്ല. എല്ലാതും ഉണ്ടാക്കാനറിയാം, പക്ഷെ എനിക്ക് അച്ചാറിടാനൊക്കെ അറിയാം. പക്ഷെ നമ്മൾ അച്ചാർ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ല അത് പെട്ടെന്ന് പൂക്കും എങ്ങനെ നന്നാക്കി ഇട്ടാലും. കാരണം എനിക്ക് മടിയാണ്, നമ്മൾ സാധനം നാസാവില്ല വെച്ചിട്ട്. അപ്പോൾ ഇത് ഞാരപ്പൊടിയിൽ ഇടിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ പാത്ത് വെച്ചതായിരുന്നു. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. ഇതുണ്ടല്ല, കുറച്ച് എണ്ണയിലുണ്ടല്ലോ കടുകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എന്നിട്ട് വേപ്പിൻ്റെ രക്കം എന്നിട്ട് വറവിട്ടിങ്ങാണ്ട് ഞാൻ എന്ത് പണി ചെയ്ത് ഈ മാങ്ങൻ്റെ വെള്ളം ഊറ്റിയിട്ട് അച്ചാർപ്പൊടി ഇട്ടുങ്ങാണ്ട് ഇടാം. എണ്ണയിലിട്ടാ കുറച്ച് ഉപ്പിട്ടുങ്ങാണ്ട് ഇങ്ങോട്ട് ഇതാ ഈ പാത്രത്തിലാക്കിക്കണ്ടില്ല. അപ്പോൾ ഇങ്ങോട്ട് എടുത്തിട്ട് തിന്ന് നോക്കുമ്പോൾ മക്കളെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തിന്നാൻ അടിപൊളി സാധനം ഒഴിക്കണം. ഇതിലേക്ക് സുർക്കൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് പൂപ്പൊന്നും വരാതിരിക്കട്ടെ, നമുക്ക് ഫ്രിഡ്ജിൽ കണ്ടെടുത്തേക്കാം ആവശ്യത്തിന്. ഇങ്ങനെ ഇതിന് പുറത്ത് വെച്ചാലും കേട് വരില്ലേക്കാറ്. ഇതിപ്പോൾ പുറത്ത് വെക്കാനൊന്നും ഉണ്ടാവില്ലേക്കാറ്. ആരെങ്കിലുമൊക്കെ വന്നാൽ അവർക്കും തിന്നേണ്ടി വരും. മോളെ ഓഫീസിൽക്കൊക്കെ ചിലപ്പോൾ കൊണ്ടുപോയിക്കാറ് കേട്ടോ. ഇത് എൻ്റെ പേരക്കുട്ടി ചോദിക്കുകയാണ്, ഇതെന്താ അമ്മ നിങ്ങൾ കാടമുട്ട ഉണ്ടാക്കിയതാണ്. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കാടമുട്ട ഫ്രൈ ആക്കി കൊടുക്കുന്നുണ്ട്. കണ്ടാ ചീനച്ചട്ടി കായൊക്കെ കണ്ടില്ല. ഇത് ഒരു 2 മാസം പോലെ അങ്ങോട്ട് പറയാൻ ഈ മാങ്ങ ഉണ്ടല്ലോ സുർക്കയിൽ ഉപ്പിലും കിടുന്നതാണ്. അപ്പോൾ പാകയിക്കണം. നല്ല ടേസ്റ്റാണ് ഈ കാരട്ടാ. ഇനി ഇത് കേട് വരില്ലാന്ന് വിചാരിക്കുക, പ്രതീക്ഷിക്കുക. നമ്മളെ വീഡിയോസൊക്കെ കാണണട്ട. എല്ലാവരും അഭിപ്രായമൊക്കെ പറയണം, കമൻറ്റൊക്കെ ചെയ്യേണ്ടിട്ടാ. ഇനി ഇവിടെ മൂടി ചൂടറിയിക്കണേ, ഇനി മൂടി വെക്കട്ടെ എന്ന്. നിങ്ങളുടെ സ്വന്തം ഹാജൂസ്.